ഹായ് ഗൈസ്, കുറേ നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ്. ഈ എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ ഞാനൊരു എന്താ പറയുക, നിങ്ങൾക്ക് ഇതിന് തൊട്ട് മുന്നേ ഉള്ള എപ്പിസോഡ് കണ്ടാലറിയാം ഞാൻ ചെയ്ത് നിർത്തി എവിടെയാണെന്ന്. അതുകൊണ്ട് കുറച്ച് ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ബാക്കിയായിട്ട് പറയാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഇത്രയും ഗ്യാപ്പ് വന്നതുകൊണ്ട് എവിടെ നിന്ന് തുടങ്ങണം, എവിടെയാണ് നിർത്തിയത്, ആക്ച്വലി ഞാൻ ക്യാരക്ടേഴ്സിൻ്റെ പേര് പോലും മറന്നുപോയി എന്നുള്ളതാണ് സത്യം. കാരണം ഞാൻ എഴുതി വെച്ച് സ്ക്രിപ്റ്റ് ചെയ്യുന്ന ആളല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ വരാം. അങ്ങനെ വരുന്നത് കമൻ്റ് ഇട്ട് ചോദിക്കുകയോ എന്നെ ഓർമ്മപ്പെടുത്തുകയോ ഒക്കെ ചെയ്യണം. ഈ എപ്പിസോഡിൽ എന്താണെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങളത് എൻ്റെ മിസ്റ്റേക്കായിട്ട് കണ്ട് ക്ഷമിക്കണം. അപ്പോൾ നമുക്ക് എപ്പിസോഡിലേക്ക് കിടക്കാം. ഏഞ്ചൽ അങ്ങനെ റോഷന്റെ വീട്ടിലെത്തി. അവിടെ താമസിച്ചുകൊണ്ട് അവളുടെ പ്ലാൻ പോലെ തന്നെ ജെസ്സിയെയും അഞ്ജനയും അവളുടെ വശത്താക്കി. ജിയോണിയെ തട്ടിക്കൊണ്ടു പോകാൻ അവൾ ഓരോ പ്ലാൻ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. അവൾക്ക് സപ്പോർട്ടായി ജെസ്സിയും ഉണ്ടായിരുന്നു. ഫംഗ്ഷൻ പ്ലാൻ ചെയ്ത് തലേ ദിവസം. ഹലോ ജാക്സൺ, ഇത് ഞാനാ, ഏഞ്ചൽ. എന്തായി, വല്ല നടക്കുമോ? അത് പറയാനാ ഞാൻ വിളിച്ചത്. എന്താ പറ. ഇന്ന് റോഷൻ അവന്റെ ബ്രദറും ഫാദറും കൂടെ ഏതോ ഇമ്പോർട്ടന്റ് ബിസിനസ് വീടിന് പോയേക്കുവാ. വീട്ടിൽ ഇവിടുത്തെ തന്നെയും സെർവൻസും പിന്നെ അവളുമാരും മാത്രമേ ഉള്ളൂ. അപ്പോ സെക്യൂരിറ്റി ഗാർഡ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ അവരെ ഞാൻ ഒഴിവാക്കിക്കൊള്ളാം. നീ അതോർത്ത് ടെൻഷൻ ആവണ്ട. നീ എങ്ങനെ ഒഴിവാക്കുമെന്ന്? ഞാൻ അവർക്ക് ഉറക്ക ഗുളിക കലക്കി ജ്യൂസ് കുടിക്കാൻ കൊടുത്ത് മയക്കിയിടും. അപ്പോൾ നീ നിന്റെ ഗ്യാങ്ങും വന്ന് ജീവനെ പൊക്കിക്കൊണ്ടു പോകണം. എന്നിട്ട് അഞ്ജന ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. ഏഞ്ചൽ അപ്പോൾ കിച്ചണിലേക്ക് വന്നു. കിച്ചണിൽ അഞ്ജനയും ലില്ലിയും ഉണ്ടായിരുന്നത് കൊണ്ട് അവൾ പരിങ്ങിയായിരുന്നു വന്നത്. ലില്ലിയെ ഒഴിവാക്കാനായിട്ട് ഏഞ്ചൽ ലില്ലിയോട്, ലില്ലി, എന്റെ തുണിയൊക്കെ ഞാൻ വാഷ് ചെയ്ത് റൂമിൽ വെച്ചിട്ടുണ്ട്, അതൊന്ന് ഉണക്കാൻ വിരിക്കുമോ? ശരി മാഡം, ഞാൻ വിരിച്ചിട്ടോളാം. അങ്ങനെ ഏഞ്ചൽ തന്ത്രപൂർവ്വം ലില്ലിയെ അടുക്കളയിൽ നിന്ന് ഒഴിവാക്കി. അഞ്ജന, ആർക്കാ ഈ ജ്യൂസൊക്കെ ഉണ്ടാക്കുന്നേ? വെറുതെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കാം, ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എടുത്ത് കുടിക്കാമല്ലോ. ചൂടുകാലമൊക്കെ അല്ലേ, അതുകൊണ്ടാ മാഡം. അത് ശരിയാ, ഇപ്പോഴൊക്കെ എന്താ ചൂട്. എങ്കിൽ പിന്നെ കുറച്ചുകൂടി ജ്യൂസ് ഉണ്ടാക്കിയിട്ട് വെളിയിൽ നിൽക്കുന്ന ഗാർഡ്സിനും കൂടെ കൊടുക്കാമല്ലോ. അവര് ഈ വെയിലൊക്കെ കൊണ്ടല്ലേ നിൽക്കുന്നേ, അവര് നമ്മളെ പോലെ മനുഷ്യരൊക്കെ തന്നെയല്ലേ. അയ്യോ മാഡം, റോഷൻ സാർ അങ്ങനെയൊന്നും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ഇതുവരെ അങ്ങനെയൊന്നും കൊടുക്കാതെ. അതിപ്പോ റോഷൻ പറയണോ? ഇതൊക്കെ ഒരു മനസാക്ഷിയുടെ ഭാഗമല്ലേ. ഞാൻ ഉണ്ടാക്കി തരാം, നീ അത് അവർക്ക് കൊണ്ടുപോയി കൊടുക്ക. ഒരു ജ്യൂസ് കൊടുത്തെന്നും പറഞ്ഞ റോഷൻ എന്ന് പറയാനാ. അങ്ങനെ ഏഞ്ചൽ ജ്യൂസ് ഉണ്ടാക്കിയിട്ട് അഞ്ജനയുടെ ശ്രദ്ധയിൽപ്പെടാതെ അതിൽ ഉറക്ക ഗുളികകൾ കലക്കി. അഞ്ജനയുടെ ശ്രദ്ധയിൽ മാത്രമല്ല, CCTV ക്യാമറയിൽ പോലും പതിയാതെ തന്ത്രപരമായി അവൾ ആ ജ്യൂസിൽ അതിവിദഗ്ധമായി ആ ഗുളികകളൊക്കെ കലക്കി. ഏഞ്ചൽ അതിവിദഗ്ധമായി ഉറക്ക ഗുളിക കലക്കിയ ജ്യൂസ് അഞ്ജനയുടെ കയ്യിൽ കൊടുത്തുവിട്ട് ഗാർഡ്സിനെ കൊണ്ട് കുടിപ്പിച്ചു. അത് കുടിച്ച ശേഷം ഗാർഡ്സ് എല്ലാവരും ഒരുപോലെ അവിടെ ബോധം കെട്ടി വീണ് ഉറങ്ങി. ഗാർഡ്സിന്റെ ബോധം പോയി എന്ന് മനസ്സിലാക്കി ഏഞ്ചൽ ജാക്സനെ വിളിച്ചു. ജിയോണിയും ക്ലാരയും കുഞ്ഞും മുകളിൽ TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വീടിനകത്ത് വെടിവെച്ച കേട്ടാണ് അവർ ശ്രദ്ധിക്കുന്നത്. എന്താ ചേച്ചി ശബ്ദം കേൾക്കുന്നേ? നമുക്ക് പോയി നോക്കിയിട്ട് വരാം. അവർ ഇറങ്ങിച്ചെന്നപ്പോൾ ജാക്സൺ തോക്കുമായിട്ട് നിൽക്കുന്നു. അയ്യോ മക്കളെ, ഇങ്ങോട്ട് ഇറങ്ങി വരരുതേ, മുകളിലത്തെ റൂമിൽ പോയി കഥ അടച്ചിരുന്നു, വേഗം ചെല്ലേ. ജെസ്സിയുടെ നിലവിളി കേട്ട് അവർ പേടിച്ച് മുകളിലേക്ക് ഓടി. നീയൊക്കെ ഇവിടെ പോയി ഓടിച്ചാലും ജാക്സൺ നിന്നെയും കൊണ്ടേ പോകത്തുള്ളൂ ജിയോണ. ജിയോണയും ക്ലാരയും കുഞ്ഞിനെയും കൊണ്ട് ഒരു മുറിയിൽ കയറി വാതിലടച്ചു. ജിയ, സാറിനെ വിളിച്ചു പറ, നമ്മൾ ആപത്തിലായിരുന്നു, പെട്ടെന്ന് വിളിക്കും. ചേച്ചി, ഫോണ് ലിവിംഗ് റൂമിലാ.
അതെടുക്കാൻ മറന്നുപോയി. ശ്ശേ, ഇനി എന്ത് ചെയ്യും നമ്മള്? ജാക്സൺ മുകളിലത്തെ നിലയിലേക്ക് കയറി അവിടെയെല്ലാം ജിയോണയെ തിരക്കുന്നു. ജിയോണ അവിടെ ഏതെങ്കിലും ഒരു മുറിയിൽ ഒളിച്ചിരിക്കുകയെന്ന് അവന് നന്നായി അറിയാവുന്നത് കൊണ്ട് അവൻ അവിടെയെല്ലാം വെടിവെക്കാൻ തുടങ്ങി. ജിയോണ, മര്യാദയ്ക്ക് ഇറങ്ങി വന്നോ. എന്നെ ഒരുപാട് ദേഷ്യം പിടിപ്പിക്കുന്ന എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അനുസരിക്കുന്നതാണ് നിനക്ക് നല്ലത്. അനക്കമൊന്നും കേൾക്കാനിട്ട് പിന്നെയും അവൻ വെടി പൊട്ടിച്ചുകൊണ്ടേയിരുന്നു. അന്നേരം എന്നെ പേടിച്ച് കരഞ്ഞു. ആ കരച്ചിൽ കേൾക്കുന്ന മുറി അവൻ ഇടിച്ചു തുറന്നു. ഹായ് കിറ്റി, നീ ഇവിടെയായിരുന്നു. കം ഓൺ, ഗെറ്റ് അപ്പ്. നിങ്ങൾ ആരാ? എന്തിനാ നിങ്ങളെങ്കിലും ഉപദ്രവിക്കുന്നത്? അതൊക്കെ എന്റെ വീട്ടിൽ ചെന്നിട്ട് വിശദീകരിച്ച് ഞാൻ പറഞ്ഞു തരാം. ഇല്ല, ഇവിടെ ഇവിടുന്ന് തൊടാൻ ഞാൻ സമ്മതിക്കില്ല. അതിന് നീ ആരടിപ്പില്ലേ? ജിയോണ, മര്യാദയ്ക്ക് എന്റെ കൂടെ വാ. വരാനല്ലേ പറഞ്ഞു. ജാക്സൺ ജിയോണയും ക്ലാരയും ഒരുപാട് തല്ലുകയും മർദ്ദിക്കുകയും ചെയ്തു. ആ അടിപിടിക്കിടയിൽ തക്കം നോക്കി എമിയെ ജാക്സൺ കൈക്കലാക്കി. ജിയോണ, നീ എന്റെ കൂടെ വന്നില്ലേ ഇതിന് ഞാൻ കൊല്ലും. ഞാൻ വരാം. അവളെ വിട്. ആദ്യം നീ വാ, എന്നിട്ട് ഇവളെ വിടണോ വേണ്ടയും തീരുമാനിക്കാം. ജാക്സൺ എമിയെയും കയ്യിലെടുത്തുകൊണ്ട് ജിയോണയും ക്ലാരയും തോക്കിൻ മുനിയിൽ താഴേക്ക് ഇറക്കിക്കൊണ്ടുവരുന്നു. അവർ താഴെ ചെന്നപ്പോൾ സ്റ്റാഫിനെയും ഏഞ്ചലിനെയും ജെസ്സിയെയും തോക്ക് ചൂണ്ടി കെട്ടി നിർത്തിയിരിക്കുന്നതാണ് അവർ കണ്ടത്. ഗാർഡ്സ്, ഇവളെ പിടിച്ച് വണ്ടിയിലോട്ട് കയറ്റേ. ഗാർഡ്സ് വന്ന് ജിയോണയെ പിടിച്ച് കാറിൽ കയറ്റാൻ നോക്കി. ക്ലാര അവിടെ ഇരുന്ന ഫ്ലവർ വേസ് എടുത്ത് ജിയോണയെ പിടിക്കാൻ വന്ന ഗാർഡ്സിനെ അടിക്കാനായി തോന്നിയതും ജാക്സൺ ക്ലാരയെ വെടിവെച്ചു. അയ്യോ ചേച്ചി! വെടികൊണ്ട് ക്ലാര നിലത്ത് വീണതും ജാക്സൺ എമിയെയും ജിയോണയും പൊക്കിയെടുത്ത് കാറിൽ കയറ്റി അവിടുന്ന് രക്ഷപ്പെട്ടു.